ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സൂപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ നോക്കി നമ്മുടെ വീട് ഇത്ര വരെ എത്തിട്ടോ. കുറച്ച് ദിവസങ്ങളായി നമ്മൾ വീടിൻ്റെ റിലേറ്റ് ചെയ്ത് വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ വേറെ ഒന്നുകൊണ്ടല്ല, കാണിക്കാൻ പ്രത്യേകിച്ച് അതിൻ്റെ ഓരോരോ സ്റ്റേജും ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദേ ഇപ്പോൾ ദേ സൺഷെയ്ഡ് വാർക്കയുടെ എല്ലാ തട്ടുകളൊക്കെ അടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി ഇത് കാണിക്കാം എന്ന്. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുകയാണ്. ഞാൻ പറയാൻ ഇത്തിരി ലേറ്റായിപ്പോയി, എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളിയൊരു ന്യൂ ഇയർ. ഇപ്പോൾ ഞങ്ങളുടെ ന്യൂ ഇയറിൻ്റെ ഒരു വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടിൻ്റെ പണികൾ തന്നെയാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ ന്യൂ ഇയർ ആയിട്ടൊക്കെ, നല്ല സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടുകയോ എന്തെങ്കിലുമൊക്കെ സർപ്രൈസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ എന്താ പറയുക, സൺഷെയ്ഡ് വാർക്കയുടെ ഓരോരോ സ്റ്റേജും തട്ടൊക്കെ അടിച്ച് കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം നല്ല ക്വാളിറ്റി, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. കെൻസയുടെ സ്റ്റീൽ ബാസാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി, എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസാണേ. കൂട്ടത്തിൽ തന്നെ നമ്മൾ മറ്റേ ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഒക്കെ ഉള്ള ആ ഒരു ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് പറഞ്ഞൊക്കെ കൊടുത്തു. അവരതും സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എൻജിനീയർ ചേട്ടനെ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ചേട്ടൻ്റെ പേര് റിജേഷ് എന്നാണ്. ആൾ അഡ്വക്കേറ്റും കൂടിയാണ് കേട്ടോ. പിന്നെ സിയാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. അത് ഗോവയിലും ഖത്തറിലൊക്കെ ഒരുപാട് ബിസിനസ്സൊക്കെ ഉണ്ട്. കൂട്ടത്തിൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് വർക്കും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ വർക്ക് റിലേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞുല്ലോ നമ്മുടെയൊക്കെ നല്ല ജെന്യുവൻ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. എല്ലാം നമ്മളെ തന്നെ കൊണ്ടൊന്ന് കാണിച്ച് ഒക്കെ നന്നായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരുന്ന ടീമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയി, നമ്മുടെ വാർക്കയുടെ ദിവസം വന്നെത്തി. അങ്ങനെ ദേ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചെട്ടിനാടിൻ്റെ സിമൻ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ എത്ര സെറ്റ് സിമൻറ്റ് വേണ്ടി വന്നു എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. എല്ലാം അങ്ങനെ ദേ നമ്മുടെ വാർക്കയുടെ ദിവസമായപ്പോൾ അച്ഛൻ ലീവ് എടുത്ത്, മൊത്തത്തിൽ എല്ലാവർക്കും നല്ല സന്തോഷമുള്ളൊരു ദിവസമാണല്ലോ. അപ്പോൾ അച്ഛനൊന്നും പോയില്ല. അതുപോലെ തന്നെ അമ്മയും വല്യമ്മയും എല്ലാവരും വന്നു. അമ്മ എന്ന് പറഞ്ഞാൽ ഇത് ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല വെയിലാണ് അവിടുത്തെ, എല്ലാവർക്കും അറിയാം അവിടെ ഒരു മരം പോലും ഇല്ലാത്തൊരു ഏരിയയാണ്. അതുകൊണ്ട് നല്ല വെയിലായിരുന്നു. പണിക്കാർക്ക് നിൽക്കാമെങ്കിൽ നമുക്ക് നിൽക്കാമല്ലോ. അങ്ങനെ എന്താ പറയുക, ഒരു സന്തോഷമുള്ള ദിവസം നല്ല അടിപൊളിയായിട്ട് കടന്ന് വന്നു. അങ്ങനെ നമ്മുടെ വാർക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ചട്ടി, അവർ ആ ചട്ടി എന്നാ പറയുകയാണ്, ആ ഒരു മിക്സ് ഫസ്റ്റ് ഞങ്ങളാണ് കേട്ടോ ഇട്ടത്. ഞങ്ങളെ കൊണ്ടാണ് ഇടിയിച്ചത്. കിഴക്കോട്ട് നോക്കിയിട്ട് ഞാനും ഏട്ടനും കൂടിയാണ് ആദ്യത്തെ ആ ഒരു ചട്ടി മിക്സ് ഇട്ടത്. പിന്നെ അങ്ങോട്ട് എല്ലാം പട്ടപ്പട്ടേന്നായിരുന്നു. അവർ നല്ല ഫാസ്റ്റായിട്ട് ഡും ഡും എന്ന് പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് വാർക്ക കഴിഞ്ഞു. വൈകുന്നേരം ഒരു 4 മണിയായപ്പോഴേക്കും നമ്മുടെ വാർക്കൊക്കെ കഴിഞ്ഞു. അന്നത്തെ എന്താ പറയുക, അന്തരീക്ഷവും നമുക്ക് അനുകൂലമായിരുന്നു. യാതൊരുവിധ മഴയോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും രാത്രി ആയപ്പോഴേക്കും ഒരു 8 മണി 9 മണി ആയപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മഴയും പെയ്തു. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്ക് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അന്ന്.
ഞങ്ങളും ഈ വാർക്ക കഴിയുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു 4 മണിയോടുകൂടിയാണ് നമ്മുടെ വാർക്ക കംപ്ലീറ്റ് ആയത്. അപ്പോൾ അതുവരെ ഞങ്ങളും കൂട്ടത്തിൽ തന്നെ കൂടി അടിപൊളിയായിട്ട് നല്ല രസമായിരുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ചൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ. അപ്പോൾ നമ്മളുടെ സ്വന്തം വീട് വയ്ക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം, പ്രത്യേകമായൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് 34 ചാക്ക് സിമൻ്റാണ് കേട്ടോ വണ്ടി വന്നത്. 34 ചാക്ക് സിമൻറ്റ് യൂസ് ചെയ്തു. ചെട്ടിനാട് സിമൻ്റാണ് യൂസ് ചെയ്തേക്കണത്. അതുപോലെ കമ്പികൾ നമ്മൾ യൂസ് ചെയ്തേക്കണത് കെൻസ സ്റ്റീൽ ബാസാണ് കമ്പികൾ നമ്മൾ യൂസ് ചെയ്തേക്കണം. അപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമ്മുടെ വർക്ക് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് ഡേ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പണി സ്റ്റാർട്ട് ചെയ്യുന്നതോറും പിന്നെ നല്ലോണം എല്ലാവരും നനച്ചിടാനും കൂടെ ഒക്കെ ശ്രദ്ധിക്കണം. ഇത് പുതിയതായിട്ട് വീഡിയോ വയ്ക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് പറയുന്നത്. അപ്പോൾ നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ നമ്മൾ ചണം ചാക്ക് ചാക്ക് അത് പിറ്റേ ദിവസം വിരിച്ചു. അപ്പോൾ ഈർപ്പം നല്ലോണം നിൽക്കും. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ലോണം വെയിലുള്ളൊരു സ്ഥലമായതുകൊണ്ട് നല്ലോണം നനയ്ക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിള്ളലൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ. അപ്പോൾ ഇതേ ഞാൻ അങ്ങനെ കൂടുതൽ നിങ്ങളെ കണ്ട് മുഷിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ, പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എപ്പോഴും പറയണ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.